പണമല്ല മുഖ്യം, മൂല്യങ്ങളാണ് മുഖ്യമെന്ന് പറയുന്നവർ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടേക്കാം എന്ന് പറയുമ്പോൾ പലരും നെറ്റിച്ചുളിച്ചേക്കാം. ഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ ചോദിച്ചേക്കാം, അതൊരു തെറ്റായ ടീച്ചിങ് അല്ലേ എന്ന്. ഇനി പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പരിശോധിച്ചാൽ നിങ്ങൾക്കും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. ധനിക മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരിക്കലും പണമല്ല മുഖ്യം, മൂല്യങ്ങളാണ് മുഖ്യമെന്ന് പറയില്ല. അത് ആ ധനിക മൈൻഡ് സെറ്റ് ഇല്ലാത്തവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ ധനിക മൈൻഡ് സെറ്റ് ഉള്ളവർ വ്യക്തമായി അറിയുന്നു, പണമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മൂല്യവും പാലിക്കാൻ കഴിയുള്ളൂ, പണമില്ലാതെ ഒരു മൂല്യവും പാലിക്കാൻ കഴിയില്ല എന്ന്. ഇത് പറയുമ്പോഴും അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തവർ ഒരുപക്ഷെ ചോദിച്ചേക്കാം, അതും തെറ്റല്ലേ, സത്യസന്ധത എന്ന മൂല്യം പാലിച്ചുകൂടെ, സ്നേഹം എന്ന മൂല്യം പാലിച്ചുകൂടെ, കാരുണ്യം എന്ന മൂല്യം പാലിച്ചുകൂടെ എന്ന്. ഇല്ല, വ്യക്തിപരമായ ചില സത്യസന്ധതകൾ ഒരുപക്ഷെ അവനവനോട് പാലിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ മറ്റു മനുഷ്യരോട് സത്യസന്ധത പാലിക്കണമെങ്കിൽ പണം ഉണ്ടായേ കഴിയൂ. നാളെ വരാം, അതിനെന്ത് വേണം? നിസ്സാരമായി ചിന്തിച്ചു നോക്കിയാൽ നാളെ വരാം, പണമുണ്ടെങ്കിലേ പോകാൻ കഴിയൂ, എത്താൻ കഴിയൂ. നാളെ തരാം, അത് എന്ത് തന്നെയായാലും അതിനും പണത്തിന്റെ ആവശ്യകത വരും. ഇനി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്നേഹം, പണമില്ലാതെ സ്നേഹം പാലിക്കാൻ കഴിയില്ല. വീട്ടിൽ പോയിട്ട് മക്കളോട്, മക്കളെ ഐ ലവ് യു, ഡാഡി, പപ്പ, അച്ഛ, കളിപ്പാട്ടങ്ങൾ, ഫുഡ്, ഐ ലവ് യു, പണമുണ്ടെങ്കിൽ മാത്രമേ സ്നേഹവും പാലിക്കാൻ കഴിയൂ. കാരുണ്യം, എനിക്ക് കാരുണ്യമുണ്ട് കേട്ടോ, ഓക്കെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പണം ഉണ്ടായേ കഴിയൂ. ഇതുകൊണ്ടാണ് പണം ഉണ്ടെങ്കിൽ മാത്രമേ മൂല്യങ്ങൾ പാലിക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ അത് നീട്ടി വെക്കേണ്ടി വരും, ഞഞ്ഞാ പിഞ്ഞാ പറയേണ്ടി വരും, ഒഴിവ് കഴിവുകൾ പറയേണ്ടി വരും. ഒഴിവ് കഴിവുകൾ പറയാതെ സത്യസന്ധത, കാരുണ്യം, സ്നേഹം തുടങ്ങിയ ഏത് മൂല്യങ്ങളും ഓൺ ദ സ്പോട്ടിൽ പാലിക്കണമെങ്കിൽ സഫിഷ്യന്റ്, മതിയായ പണം കൈവശമുണ്ടെങ്കിൽ മാത്രമേ അത് കഴിയൂ. ഇത് പറയുമ്പോഴും ചില മുട്ടായുക്തിക്കാർ പറയാറുണ്ട്, ശാരീരികമായ സഹായങ്ങൾ ചെയ്തുകൂടെ എന്ന്. അതിനും അയാൾ നമ്മുടെ വീട്ടിൽ വരേണ്ടി വരും. നമുക്ക് അങ്ങോട്ട് പോയി സഹായം ചെയ്യണമെങ്കിൽ നമ്മുടെ കൈവശം പണം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അവർ പറയും, അവർ വണ്ടിയും കൊണ്ട് വന്നാലോ, അപ്പോഴും അവരുടെ പണം യൂസ് ചെയ്യേണ്ടി വരുന്നു. എല്ലാ കൊടുക്കൽ വാങ്ങലുകളും പണം കൊണ്ട് ആയതിനാൽ പണം എന്ന മൂല്യം, ആ പണം എന്ന മഹാമൂല്യം തിരിച്ചറിയുന്നവരുടെ മൈൻഡ് സെറ്റ് ആ റിച്ച് മൈൻഡ് സെറ്റായി മാറുകയുള്ളൂ. അതിനാൽ തന്നെ പണമല്ല മുഖ്യം, മൂല്യങ്ങളാണ് മുഖ്യം എന്ന വാക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കരുത്. താരതമ്യം ചെയ്യാതെ പറയാം, മൂല്യങ്ങൾ മുഖ്യമാണ്, മൂല്യങ്ങളാണ് മുഖ്യം എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പണമല്ല മുഖ്യം, മൂല്യങ്ങളാണ് മുഖ്യം എന്ന് പറയുന്നിടത്ത് വളരെ താഴ്ന്ന പൂവർ മൈൻഡ് സെറ്റിലേക്ക് വീണു പോവുകയാണ്. അത് ഒന്നുകൂടെ ചിന്തിക്കൂ. യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ജീവിതത്തോട് ഒളിച്ചോട്ട മനോഭാവം, എസ്കേപ്പിസം ഇല്ലാത്ത, ആത്മാർത്ഥമായി ജീവിതത്തെ നേരിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ മനസ്സിലാകും, പണം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് മൂല്യവും പാലിക്കാൻ കഴിയൂ എന്ന്. അതല്ലെങ്കിൽ നമുക്ക് ലൊടുക്ക് ന്യായങ്ങളും മുട്ടാ ന്യായങ്ങളും ഒക്കെ പറഞ്ഞ് തർക്കിച്ചു നിൽക്കാം എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യ ബോധത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ അവനവനോടും അവനവനെ ആശ്രയിക്കുന്നവരോടും സമൂഹത്തോടും മറ്റു മനുഷ്യരോടും ഏത് കാര്യത്തിലാകട്ടെ സത്യസന്ധത, സ്നേഹം, കാരുണ്യം തുടങ്ങിയ എല്ലാ മൂല്യബോധങ്ങളും പാലിക്കണമെങ്കിൽ, എല്ലാ മൂല്യങ്ങളും പാലിക്കണമെങ്കിൽ മതിയായ പണം ഉണ്ടെങ്കിലേ അത് ഈസിയായി നടപ്പാക്കാൻ കഴിയൂ. അതല്ല എങ്കിൽ മൂല്യങ്ങൾ നടപ്പാക്കൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരിച്ചറിവ്. ആത്മാർത്ഥമായി ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക, സ്വയം തിരിച്ചറിയുക. തള്ളണമെങ്കിൽ തള്ളുക, കൊള്ളണമെങ്കിൽ കൊള്ളുക. ആത്മാർത്ഥമായ നിങ്ങളുടെ വിചിന്തനത്തിന്റെ ഫലമാകണം. മറ്റു കേട്ടുകേൾവികളെ ആധാരമാക്കിക്കൊണ്ട് ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് പോകാതെ, തെറ്റായ ചിന്തയിലേക്ക് പോകാതെ, ആ തെറ്റായ ചിന്തകളാണ് ശരിയല്ലാത്ത മൈൻഡ് സെറ്റിലേക്ക്, പൂവർ മൈൻഡ് സെറ്റിലേക്ക് മനുഷ്യൻ വഴുതി വീഴുന്നതിന്റെ കാരണം. നമുക്ക് എന്തും നേടിത്തരുന്നതിൽ മൈൻഡിന് നിർണായക പങ്കുണ്ട് എന്ന് മിക്കവാറും എല്ലാ വീഡിയോകളിലും ആവർത്തിക്കുന്നതിന്റെ കാരണവും ആ യാഥാർത്ഥ്യ ബോധം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, മൂല്യബോധത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലരും പണമല്ല മുഖ്യം, മൂല്യങ്ങളാണ് മുഖ്യം എന്ന വാക്കെടുത്തിടാറുണ്ട്. ആ വാക്ക് സ്വയം പറയുമ്പോൾ തന്നെ അത് നമ്മുടെ മൈൻഡിലേക്ക് ഒരു നെഗറ്റീവ് കമാൻഡായി മാറുകയാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. ആ റിച്ച് മൈൻഡ് സെറ്റിന്റെ അടിസ്ഥാനം തന്നെ എല്ലാ മൂല്യങ്ങളും പാലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുൻപായി പണം എന്ന മഹാമൂല്യം, ആ മൂല്യബോധത്തോടു കൂടി ആ പണം സമ്പാദിക്കാനായി ഇറങ്ങി പുറപ്പെടേണ്ടതുണ്ട് എന്നുള്ള ചിന്ത രൂഢമൂലമാകുന്നിടത്താണ് പൂവർ മൈൻഡ് സെറ്റ് ബ്രേക്ക് ആകുന്നതും, പൂവർ മൈൻഡ് സെറ്റ് മാറിപ്പോകുന്നതും, റിച്ച് മൈൻഡ് സെറ്റ് രൂപീകൃതമാകുന്നതും. ഇത്തരം ചില കൊച്ചു കൊച്ചു തിരിച്ചറിവുകളാണ് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കാരണമായി തീരുന്നത്. അതല്ലാതെ വെറുതെ മൈൻഡ് പവർ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന വാക്കുകൾ മാത്രം മനസ്സിലാക്കി എന്തെങ്കിലും പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിയുന്നിടത്തല്ല, പ്രായോഗിക ജീവിതത്തെ കൂടെ അടിസ്ഥാനമാക്കിയുള്ള സത്യസന്ധമായ തിരിച്ചറിവുകൾ കൈവരുമ്പോഴാണ് ആ യഥാർത്ഥ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് ഉയരാൻ കഴിയുന്നത്.
പണം എന്ന മൂല്യത്തിന് ഒന്നാം സ്ഥാനം, ഏറ്റവും പ്രാമുഖ്യം നൽകിയെങ്കിൽ മാത്രമേ മറ്റെല്ലാ മൂല്യങ്ങളും, മറ്റു മൂല്യങ്ങളെല്ലാം അനായാസം ഞഞ്ഞാപിഞ്ഞാകളും ഒഴിവുകഴിവുകളും പറയാതെ പാലിക്കാൻ കഴിയൂ, നടപ്പാക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം. പണമുണ്ടെങ്കിൽ മൂല്യങ്ങളെല്ലാം അനായാസം നടപ്പാക്കാൻ കഴിയും. മൂല്യബോധം ഉണ്ടായിട്ടും, ഉറച്ച മൂല്യബോധങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ പോലും പണം കൈവശമില്ല എങ്കിൽ, സഫിഷ്യന്റ് മതിയായ, അതിന് മതിയായ പണം കൈവശമില്ല എങ്കിൽ ആ മൂല്യബോധങ്ങൾ പാലിക്കാൻ കഴിയണമെന്നില്ല. ഈ ഒരു തിരിച്ചറിവ് ഉടലെടുക്കുമ്പോൾ, ഈ ഒരു തിരിച്ചറിവ്, ഇത്രയും കാലം മറ്റെന്തെങ്കിലും അറിവുകളാണ് കൈവശം ഉണ്ടായിരുന്നതെങ്കിൽ ആത്മാർത്ഥമായി സ്വയം ചിന്തിക്കുക. ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം അതെല്ലാം ഉൾക്കൊള്ളൂ എന്നും ഞാൻ ആവശ്യപ്പെടില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, സത്യസന്ധമായി ആത്മാർത്ഥമായി ചിന്തിക്കുക. നിങ്ങൾക്കത് ബോധ്യമാകുന്നുവെങ്കിൽ വേണ്ട മാറ്റം വരുത്തുക. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആകും. അതാണ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ. ആ ഒരു തിരിച്ചറിവ് കൈവരുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോം ആകും. അതോടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. നിങ്ങളിലേക്ക് പണം വരാൻ ആരംഭിക്കുകയും ചെയ്യും. സമ്പന്നന് അതീവ സമ്പത്ത് ആർജിക്കാൻ കഴിയും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആ സാമ്പത്തിക ശേഷി ഉയർത്തിക്കൊണ്ടുവരാനും കഴിയും.